KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നടപ്പാക്കുന്നു. പുതിയ പരിഷ്കാരം അനുസരിച്ച് കണ്ടക്ടർമാർ ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകൾ വഴി ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനാവശ്യമായ മാറ്റങ്ങൾ ETM സോഫ്റ്റ്വെയർ വരുത്തിയിട്ടുണ്ടെന്നും യാത്രക്കാർക്ക് ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ ഇത് ഉചിതമായി ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും KSRTC IT വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ നിശാന്ത് എസ് പുറത്തിറക്കിയ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗജന്യ യാത്രയ്ക്ക് ദൂരപരിധി ഉണ്ടാകുമോ, മറ്റു ഉപാധികൾ വരുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും ജോലിക്കും മറ്റുമായി KSRTC ബസ്സുകളെ ആശ്രയിക്കുന്ന സ്ത്രീ യാത്രക്കാർ അങ്ങേയറ്റം ആഹ്ലാദത്തിലാണ്. ടിക്കറ്റ് മെഷീനിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്നും ഇന്നു മുതൽ സ്ത്രീയോ പുരുഷനോ എന്ന് മാർക്ക് ചെയ്യാമെന്നും കണ്ടക്ടർമാർ വിശദീകരിച്ചു. പ്രതിദിനം KSRTC ആശ്രയിക്കുന്ന 29 ലക്ഷം യാത്രക്കാരിൽ 19 ലക്ഷത്തോളം വരുന്ന വനിതകളുടെ വിവരങ്ങളാണ് പുതിയ സംവിധാനത്തിലൂടെ ശേഖരിക്കുക. ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാർ പുരുഷനോ സ്ത്രീയോ എന്ന് ETM മെഷീനിൽ രേഖപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാങ്കേതിക മാറ്റങ്ങൾ പരിചയപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് IT വിഭാഗം അടിയന്തര പരിശീലനം നൽകും. ഓരോ ഡിപ്പോയിലെയും യൂണിറ്റ് ഓഫീസർമാർ ഇതിന് മേൽനോട്ടം വഹിക്കും.